ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. മോഡേൺ ഇന്ത്യ സ്പെക്ട്രം ഹിസ്റ്ററിയുടെ 23ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ താക്കോലെടുത്ത് ബ്രിട്ടീഷുകാർക്ക് നൽകി എന്ന് പറയുന്ന രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെക്കുറിച്ചാണ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടക്കാനിടയായ സാഹചര്യങ്ങൾക്ക് സമാനമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ തന്നെയാണ് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലേക്കും വഴി നടത്തിയത്. 1795 അന്നത്തെ മറാത്ത പേഷ്വയായിരുന്ന മാധവറാവു നാരായണൻ ആത്മഹത്യ ചെയ്തതോടുകൂടി രഘുനാഥ് റാവുവിൻ്റെ യാതൊരു ഉപകാരവുമില്ലാത്ത മകനായ ബാജിറാവു രണ്ടാമൻ മറാത്തയുടെ പേഷ്വയായി അധികാരത്തിലേക്ക് എത്തി. അതേസമയം തന്നെ ബാജിറാവു രണ്ടാമനുമായി അത്ര നല്ല സ്വരച്ചേർച്ചകളില്ലാതിരുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന നാനാ ഫഡ്നാവിസ് ഇതേ സമയം ചീഫ് മിനിസ്റ്ററുടെ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ മറാത്തകൾക്കിടയിൽ പല കാര്യങ്ങളിലും പതിയെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാനായി ആരംഭിച്ചു. അങ്ങനെ മറാത്തകൾക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള വഴിയും തെളിഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കെയാണ് 1800 നാനാ ഫഡ്നാവിസ് മരണമടയുന്നത്. നാനാ ഫഡ്നാവിസ് മരണമടയുന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങളെല്ലാം കുറേ കൂടെ എളുപ്പമായി മാറുകയും ചെയ്തു. പിന്നീട് 1801 ഏപ്രിൽ 1-ാം തീയതി മറാത്ത പേഷ്വയായിരുന്ന ബാജിറാവു ജസ്വന്ത്റാവു ഹോൾക്കറുടെ സഹോദരനായ വിദൂജിയെ അതിക്രൂരമായി ആനയെക്കൊണ്ട് ചവിട്ടിപ്പിച്ച് കൊലപാതകം ചെയ്യുന്നു. ഇതിൽ രോക്ഷാകുലനായ ജസ്വന്ത്റാവു ഹോൾക്കർ തൻ്റെ സൈന്യത്തെ വിളിച്ചു ചേർക്കുകയും ബാജിറാവു രണ്ടാമൻ്റെയും കൂടാതെ സിന്ധ്യയുടെയും ഒരുമിച്ചുള്ള സൈന്യത്തിന് മുകളിൽ യുദ്ധം നടത്തുവാനും ആരംഭിച്ചു. ഇങ്ങനെ പ്രക്ഷുബ്ധമായി തുടർന്ന് പോന്ന സാഹചര്യങ്ങൾക്കൊടുവിൽ 1802 ഒക്ടോബർ മാസം 25-ാം തീയതി പൂനെയ്ക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഹദാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പേഷ്വയുടെയും സിന്ധ്യയുടെയും ഒരുമിച്ചുള്ള സൈന്യത്തെ ജസ്വന്ത്റാവു ഹോൾക്കർ പരാജയപ്പെടുത്തുന്നു. അതിനെ തുടർന്ന് അമൃത് റാവുവിൻ്റെ മകനായിട്ടുള്ള വിനായക് റാവുവിനെ പുതിയ പേഷ്വയായിട്ട് ജസ്വന്ത്റാവു ഹോൾക്കർ നിയമിക്കുന്നു. ഇതിൽ ഞെട്ടിവിറച്ച ബാജിറാവു രണ്ടാമൻ നേരെ ബസൈനിലേക്ക് പോവുകയും 1802 ഡിസംബർ 31-ാം തീയതി ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു. ഈ ഉടമ്പടിയാണ് 1802 ട്രീറ്റി ഓഫ് ബസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഉടമ്പടി പ്രകാരമുണ്ടായിരുന്ന വ്യവസ്ഥകളായിരുന്നു. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ ഇതായിരുന്നു: ബാജിറാവു രണ്ടാമൻ്റെ സംരക്ഷണത്തിനായി 6000 ട്രൂപ്പിൽ കുറയാത്ത ഒരു നേറ്റീവ് ഇൻഫൻട്രീന് നൽകാമെന്നും കൂടാതെ യൂഷ്വൽ പ്രൊപ്പോർഷൻ ഓഫ് ഫീൽഡ് ആർട്ടിലറികളും അത് ഉപയോഗിക്കുവാൻ അറിയാവുന്ന യൂറോപ്യൻ ആർട്ടിലറി മെയിൻസിനെയും നൽകാമെന്ന് പറഞ്ഞു. കൂടാതെ ബാജിറാവു രണ്ടാമൻ്റെ സംരക്ഷണത്തിന് എന്ന പേരിൽ ഈ പട്ടാളം ഇവരുടെ ടെറിട്ടറികളിൽ സ്ഥിരമായി പെർമനൻ്റ് ആയിട്ട് നിൽക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. കാരണം മറാത്തയുടെ ടെറിട്ടറിയിൽ പെർമനൻ്റ് ആയിട്ട് ബ്രിട്ടീഷ് ട്രൂപ്പ് വരുന്നത് വഴി അത് മറാത്തായ്ക്കായിരിക്കും ഉപകാരം ഉണ്ടാകുന്നത്. അതായത് ബാജിറാവു രണ്ടാമനാണോ ഉപകാരം ഉണ്ടാകുന്നത്, ബ്രിട്ടീഷുകാർക്കായിരിക്കുമോ? ഇനി നമുക്ക് രണ്ടാമത്തെ വ്യവസ്ഥയിലേക്ക് പോവാം. രണ്ടാമതായി ഏകദേശം 26 ലക്ഷം വരുമാനം വരുന്ന മറാത്ത ടെറിട്ടറീസ് കമ്പനിക്ക് വിട്ടു നൽകും എന്നതായിരുന്നു. മൂന്നാമതായി വന്ന വ്യവസ്ഥ സൂറത്ത് പട്ടണം ഇനി മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുന്നിൽ സറണ്ടർ ചെയ്യണം എന്നതായിരുന്നു. നാലാമതായിട്ട് വന്ന വ്യവസ്ഥ മറാത്തയുടെ ഇൻഫ്ലുവൻസുകൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്നും പിരിക്കുന്ന ടാക്സ് ആയിട്ടുള്ള ചൗദ് ഇനി മുതൽ നിസാമിൻ്റെ ഡൊമീനിയനിൽ നിന്നും പിരിക്കുവാനായിട്ട് പാടില്ല എന്നതായിരുന്നു. അതായത് ഇനി മുതൽ നിസാമിൻ്റെ ടെറിട്ടറീസിന് മുകളിൽ ടാക്സ് പിരിക്കുവാൻ മറാത്തകൾക്ക് സാധിക്കില്ല എന്ന് ചുരുക്കം. അഞ്ചാമതായി പേഷ്വയും നിസാമും കൂടാതെ ഗെയ്ക്വാഡിനും ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കമ്പനി മധ്യസ്ഥത വഹിക്കുമെന്നും അങ്ങനെ നെയ്ബറിംഗ് ആയിട്ട് വരുന്ന ടെറിട്ടറീസുമായിട്ട് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കമ്പനി എന്ത് മധ്യസ്ഥതയാണോ പറയുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് ബാജിറാവു രണ്ടാമൻ മുന്നോട്ട് പോകാം എന്നുള്ളതുമായിരുന്നു അഞ്ചാമത്തെ വ്യവസ്ഥ. ആറാമത്തെ വ്യവസ്ഥ ഇംഗ്ലീഷുകാരുമായി ഒരു തരത്തിലും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യക്തികളെ പേഷ്വ ഇനി മുതൽ എംപ്ലോയീസ് ആയിട്ട് നിയമിക്കുവാനായി പാടില്ല എന്നുള്ളതായിരുന്നു. കാരണം നാളെ കമ്പനിയുമായി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഇവർ പേഷ്വാനെ സഹായിക്കുവാനായി വരുവാനായി പാടില്ല. ഏഴാമതായി മറ്റ് സ്റ്റേറ്റുകളുമായി ഇനി മുതൽ കാത്തു സൂക്ഷിക്കുന്ന ബന്ധം പൂർണ്ണമായും ഇംഗ്ലീഷുകാരുടെ മേൽനോട്ടത്തിന് കീഴിലായിരിക്കും. അതായത് നാളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അയൽ സംസ്ഥാനങ്ങളും സഹായത്തിനായിട്ട് വരുവാനായി പാടില്ല.
അങ്ങനെ സബ്സിഡറി അലയൻസ് എന്ന ഈ വലിയൊരു ചതി പെഷ്വാ സ്ഥാനത്ത് നിന്ന് ബാജിറാവ് രണ്ടാമൻ അംഗീകരിക്കുന്നതിലെ അപകടം മനസ്സിലാക്കിയ സിന്ധ്യയും ബോൺസ്ലെയും മറാത്തയുടെ പരമാധികാരം സംരക്ഷിക്കുവാനായി മുന്നോട്ട് വന്നുവെങ്കിലും വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്ന ആർതർ വെല്ലസ്ലിക്ക് കീഴിലുണ്ടായിരുന്ന ഒരു ഓർഗനൈസ്ഡ് മിലിറ്ററിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനായി അന്ന് അവർക്ക് സാധിച്ചില്ല. അവർ ആർതർ വെല്ലസ്ലിക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോവുകയും ഇംഗ്ലീഷുകാരുമായി സെപ്പറേറ്റ് സബ്സിഡറി അലയൻസ് ഒപ്പുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ 1804 ആയപ്പോഴേക്കും യശ്വന്ത്റാവ് ഹോൾക്കർ മറ്റ് ഇന്ത്യൻ ഭരണാധികാരികളുമായി ചേർന്ന് ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ പര്യവസാനത്തിൽ മറാത്താസ് പരസ്പരം ഐസൊലേറ്റഡ് ആവുകയും ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ആശ്രിതരായി നിൽക്കേണ്ടതായിട്ടും വന്നു. അങ്ങനെ 1803 ഡിസംബർ 17 ബോൺസ്ലെ പരാജയപ്പെട്ടതോടുകൂടി കമ്പനിയുമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് ഡിഗോൺ. അതിനുശേഷം 1803 ഡിസംബർ 30 സിന്ധ്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് സുർജി അഞ്ചാങ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. 1806 ഹോൾക്കറുമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് രാജ്പൂർഗത്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രീറ്റി ഓഫ് ബസൈൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാൽ യാതൊരു പൊളിറ്റിക്കൽ അതോറിറ്റിയും ഇല്ലാതിരുന്ന ഒരു പെഷ്വായിട്ട് കൂടെയും ബാജിറാവ് രണ്ടാമൻ ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ ലാഭം ചില്ലറ ആയിരുന്നില്ല. മറാത്ത ടെറിട്ടറീസിന് മുകളിൽ സ്ഥിരമായി സൈന്യത്തെ വിന്യസിക്കുവാൻ സാധിച്ചത് സ്ട്രാറ്റജിക്കലി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു. ചുരുക്കത്തിൽ ഓൾറെഡി കമ്പനിയുടെ പട്ടാളം മൈസൂരും ഹൈദരാബാദും ലക്നൌവിലും ഉള്ളതിൻ്റെ കൂടെ തന്നെ പൂനെയിലും കൂടി ചേർന്നതോടെ കമ്പനിയുടെ ട്രൂപ്സ് ഈവൻലി സ്പ്രെഡ് ആകുകയും എവിടെ എന്ത് പ്രശ്നം വന്നാലും യാതൊരു ഡിലേയും ഇല്ലാതെ അവിടെ വേഗത്തിൽ എത്താനായും അവർക്ക് സാധിക്കും. ഈ ഒരു ഉടമ്പടി പ്രകാരം പൂർണ്ണമായും ഇന്ത്യ കമ്പനിയുടെ കൈകളിൽ എത്തുകയൊന്നുമല്ലായിരുന്നു, എങ്കിൽ കൂടിയും ആ ഡയറക്ഷനിലേക്കുള്ള കമ്പനിയുടെ ചലനത്തെ വലിയൊരു മേജർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതോടുകൂടി കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഏരിയ ഓഫ് ഇൻഫ്ലുവൻസസ് വലിയ രീതിയിൽ വലുതാകുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒബ്സർവേഴ്സ് പറയുന്നത് ഗവ് ദ കീ ടു ഇന്ത്യ എന്ന് ഈ ഒരു ഇൻസിഡൻറ്റിനെ വിളിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇത്രയാണ് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൻ്റെ അടുത്ത് പറയുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഫ്രണ്ട്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.